മാസപ്പടി കേസിൽ അതിവേഗമാണ് ഇഡിയുടെ നീക്കങ്ങളൊക്കെ പോകുന്നത്. ഇന്ന് രണ്ടാമതും പിണറായിയുടെ കണ്ണൂരിലെ വീട്ടില് ഇഡിയുടെ റെയ്ഡ് ഉണ്ടാവുന്നു കേട്ടു. അതുപോലെ തന്നെ ഇവരുടെ സ്വത്ത് വകകളൊക്കെ കണ്ടുകെട്ടുന്നതിലേക്കാണ് ഇഡി പോകുന്നത്. അപ്പോൾ ഇനി ഈ ആദ്യ സമയത്തൊക്കെ നമ്മൾ കേട്ടിരുന്നു അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുന്നു, അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ആക്കും. അങ്ങനത്തെയൊക്കെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോ ഈ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ പിണറായിക്കും വീണയ്ക്കും ഇനിയപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? അടുത്ത ബാക്കിയുള്ള നീക്കങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ആതിര 2 ദിവസമായിട്ട് ഞാൻ നമ്മുടെ എറണാകുളത്തെ ഇഡിയുടെ ഓഫീസിന് മുമ്പിൽ കൂടെയാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. പലപ്പോഴും എനിക്ക് സ്കൂപ്പുകൾ കിട്ടുന്നത് അവിടെ നിന്നാണ്. തിരിച്ച് റിട്ടേൺ എടുത്തൊക്കെ വരും. 2, 3 ദിവസമായിട്ട് അവിടെ ബാരിക്കേഡുകളില്ല, പോലീസില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡി ഉപേക്ഷിച്ചോ? ഇവരിങ്ങനെ ഉം. പോയി നോക്കി ലോക്കർ നോക്കുന്നു. എൻ്റെ മോളുടെ ലോക്കറിൽ നിന്ന് എന്ത് കിട്ടും എന്നും പറഞ്ഞ് എന്താണ് ട്രോളൊക്കെ പിണറായിയുടെ വക നമ്മൾ കണ്ടു. നമുക്കറിയാമല്ലോ ഒരു കേസ് വന്ന് അപ്പം ആദ്യം ക്ലിയർ ചെയ്യുന്ന ലോക്കറാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൻ്റെ ഉള്ളിൽ എപ്പോൾ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി എന്നൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സ് ബാങ്കിൽ നിന്ന് വെരിഫൈ ചെയ്തെടുക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്താണ് കേരളത്തിൻ്റെ ഖജനാവ് പോലെ പൂച്ച പെറ്റ് കിടക്കുകയായിരിക്കും ലോക്കറെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ദേ ഹാവ് ടു ഗോ ത്രൂ ദ മോഷൻ അതൊക്കെ ചെക്ക് ചെയ്യണ്ടേ. അങ്ങനെ ഞാൻ ശരിക്കും മനസ്സിൽ ഇന്ന് ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോഴും ഞാൻ ശരിക്കും വിചാരിച്ചു ഒരു ഇതിവിടെ ബാരിക്കേഡുകൾ മുഴുവൻ മാറ്റിയല്ലോ, എന്ത് പറ്റിയെന്ന് വിചാരിച്ച് വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് യുദ്ധരംഗം, അതായത് സഖാക്കന്മാർക്കുള്ള യുദ്ധരംഗം പിണറായിയിലേക്ക് മാറ്റിയിരിക്കുന്നു. കണ്ണൂരുള്ള ശ്രീ സഖാവ് പിണറായി വിജയൻ്റെ വസതിയിലേക്കായിരിക്കും ഇനി ഇ ഡിയുടെ ശ്രദ്ധ എന്ന് നമ്മൾ കേൾക്കുന്നു അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ അവിടെ പോയാലും പ്രത്യേകിച്ചൊന്നും ഇ ഡിക്ക് കിട്ടില്ല. പക്ഷേ ഇ ഡി കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്ന് പറയും. ഹോംവർക്ക് ചെയ്താണ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ചോദിച്ചതിന് മറുപടി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. പിണറായി വിജയനോ അല്ലെങ്കിൽ മകൾ വീണയോ അല്ലെങ്കിൽ മരുമകനിക്കയോ അല്ലെങ്കിൽ അടുത്തുള്ള സഹപ്രവർത്തകരോ കുടുംബാംഗങ്ങളോ എല്ലാവരും ആർജിച്ചിട്ടുള്ള സ്വത്തുക്കളുടെ വിവരം ഇ ഡിക്ക് എന്താണ് സംഭരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് അത് മേടിക്കാനുള്ള സോഴ്സ് ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ബിനാമി അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അത് മേടിക്കാനുള്ള പാങ്ങുണ്ടോ? അപ്പോൾ ആതിര മേടിച്ചു, എൻ്റെ പേരിലേക്ക് ഇട്ടു. ആതിര ചോദിക്കുമ്പോൾ ഞാൻ സേഫാണ്, എൻ്റെ പേരിലൊന്നുമില്ലല്ലോ. പക്ഷേ ഈട് ചകഞ്ഞ് പോകുമ്പോൾ അടുത്തുള്ള സുഹൃത്തുക്കളും അടുത്തുള്ള ബന്ധുക്കളും എത്ര സ്വത്ത് അമാസ് ചെയ്തിരിക്കുന്നു, എത്ര സ്വത്ത് ഈ വർഷങ്ങൾക്കിടയിൽ അവർക്ക് ഉണ്ടായിരിക്കുന്നു, അതിനുള്ള ജോലിയോ അതിനുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ സ്വയമാർജിതമോ കുടുംബപരമായി കിട്ടിയതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടി വന്നൊരു സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പിണറായി സഖാവിൻ്റെ തന്നെ വീട് പണ്ട് ഒരു വലിയ മീഡിയയിലൊരിതായിരുന്നു. കൊട്ടാരം പോലത്തെ ഒരു വീട് കാണിച്ചിട്ട് പിണറായിയുടെയാണെന്ന് പറഞ്ഞു, ഇതെൻ്റെ അല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഒരു സാമാന്യം ഭേദപ്പെട്ടൊരു വീട് തന്നെയാണ്. അതിന് നമ്മൾ കുറ്റമൊന്നും കാണുന്നില്ല. അദ്ദേഹം എം എൽ എ ആയിട്ട് വർഷങ്ങളോളം ഇരുന്നാണ്. എം എൽ എയുടെ പൈസ, അതായത് 70,000 റുപ്പീസ് എന്തോ കിട്ടും, അത് വെച്ച് അവർക്ക് വീട് വയ്ക്കാം. പക്ഷെ അങ്ങനെ ഒരു വീട് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് വേണമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ തന്നെ കണ്ടില്ലേ ആതിര, ഈ വീണയുടെ കേസിൽ ജയിലിൽ പോയിരിക്കുന്ന സഖാവിൻ്റെ വീടും വീണ താമസിക്കുന്ന അല്ലെങ്കിൽ പിണറായി താമസിക്കുന്ന വീടും നമ്മളുടെ അന്തരം നമ്മൾ കണ്ടില്ലേ. അതുപോലെ ഉള്ള സാഹചര്യത്തിൽ സഖാക്കൾ ഇവർക്ക് വേണ്ടി അടികൊള്ളാനും ജയിലിൽ കിടക്കാനും മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള വീട് എനിക്ക് വേണമോ എന്നൊന്ന് പിണറായി ആലോചിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇ ഡി അവിടെ വന്നു. അപ്പോൾ സഖാക്കന്മാരൊക്കെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. പ്രത്യേകിച്ചും രാകേഷ്, അദ്ദേഹമാണല്ലോ അവിടുത്തെ എന്താണ് ആ ജില്ലയുടെ CPMൻ്റെ സെക്രട്ടറി അല്ലേ. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിരിക്കും. ഗോവിന്ദൻ മാസ്റ്ററുടെയും കൂടെ സ്ഥലമാണ്, ജയരാജന്മാരുടെ, എല്ലാവരും വളരെ ചാർജ് ആൻഡ് എക്സൈറ്റഡ് ആയിട്ടിരിക്കും. പക്ഷേ ജയിലിൽ പോകാൻ ഇവരാരെങ്കിലും ഉണ്ടാവുമോ? അതില്ല. ഇല്ല. ഉറപ്പല്ലേ? ഉം. അവര് ഫോണിൽ കൂടി ഇനി പുറത്തേക്ക് പോലും വരുമോന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം പുറത്തേക്ക് വന്നാൽ പോലും ഇ ഡി സ്വന്തമായിട്ട് കേസുകൾ എടുക്കും. നമ്മുടെ കേരള പോലീസും ഇപ്പോൾ ആഭ്യന്തരം കൈയാളുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന രമേശ് ചെന്നിത്തലയാണ്, കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സാക്ഷര കേരളം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇ ഡി വരുന്നു എന്നുള്ള ഫ്ലാഷ് ന്യൂസ് കേട്ടിട്ട് കുറേ ഉം. പേര് അസ്വസ്ഥരായിരിക്കും, കുറേ പേര് വളരെ എക്സൈറ്റഡ് ആയിരിക്കും. നമ്മുടെ ആര്യ കുഞ്ഞ് പോലും നമ്മൾ കഴിഞ്ഞ തവണ കണ്ടില്ലേ, ആര്യ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എൻ്റെ ക്യാമറയുടെ എൻ്റെ മുഖം വരുന്നുണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ കണ്ടു. ഉം. അപ്പം അങ്ങനെ കുറച്ച് പേർക്ക് ലൈം ലൈറ്റിലേക്ക് വരാനുള്ളൊരു ചാൻസ് കൂടിയാണ്. പക്ഷേ ഇ ഡി രണ്ടും കൽപ്പിച്ചാണ്. അതിനിടയ്ക്ക് നമ്മളൊരു കാര്യം കേൾക്കേണ്ടത്, നമ്മുടെ കരിമണൽ കർത്തായുടെ കമ്പനിക്ക് ഇത് മുഴുവനും
ധാതുക്കൾ കിടക്കുന്നത് തീരദേശത്താണ്. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ, ആലപ്പുഴ വരെയാണ് മെയിനായിട്ട്, എന്നാലും കൊച്ചി വരെ എന്ന് പറയാം ധാതുക്കൾ കിടക്കുന്നത്. അവിടെ 65 ഏക്കറോളം സ്ഥലം അദ്ദേഹത്തിൻ്റെ അധീനതയിലുണ്ട്. അത് തരം മാറ്റി കിട്ടുവാനായിട്ട്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടെ നടത്തിയിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഐ സ്റ്റാൻഡ് കറക്റ്റഡ്, അങ്ങനെ ഒരു ന്യൂസും കൂടെ അതിനിടയിൽ വന്നിരുന്നു. അവിടെ ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരെല്ലാവരും തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യമില്ല. ഇത് പൊതു ഉടമസ്ഥതയിൽ തന്നെ വരണം, ധാരാളം പേർക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഉള്ളിലൊരു അവെയർനെസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണഖനി എന്ന് പറയാം. കേരളത്തിൻ്റേതായ സ്വന്തമായൊരു സ്വർണ്ണഖനിയാണെന്നും കൂടെ നമുക്ക് പറയാമല്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനങ്ങൾക്കും കൂടെ തോന്നുന്നു പിണറായിയും കൂട്ടരും കാണിച്ചിരുന്നത് ജനവഞ്ചനയാണ്. സ്വന്തം ഖജനാവ് നിറയ്ക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വരേണ്ടിയിരുന്ന വസ്തുക്കളെ അദ്ദേഹം തടഞ്ഞു വച്ചു എന്നൊരു ചിന്ത കൂടി പൊതുജനങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും, ഈവൻ CPM-ൻ്റെ വളരെ കോറായിട്ടുള്ള പ്രവർത്തകർ പോലും ആലോചിക്കുന്നു, എന്തിന് ഞങ്ങളിതിൽ തല്ലുകൊള്ളണം, അല്ലേ? എന്തിന് ഞങ്ങളിതിൽ ആ ചീഞ്ഞ വെള്ളം, വരുണയിൽ നിന്നുള്ള വരുണാസ്ത്ര പ്രയോഗം, അന്ന് പിണറായി സഖാവ് ഓർക്കുന്നില്ലേ, അതിൽ ഒരു കൊച്ചു കുപ്പിയായിട്ട്, മില്ലി കുപ്പിയായിട്ട് വന്നിട്ട് കാണിച്ചല്ലോ, അതുപോലത്തെ വെള്ളം ഞങ്ങൾ ഏറ്റുവാങ്ങണം. എന്തിന് ലാത്തി കൊണ്ട് അടി കൊള്ളണം, എന്തിന് ജാമ്യമില്ലാ വകുപ്പുകൾ ആദ്യം തോന്നിയ ഒരു സംശയമാണ് ഈ തിരുവനന്തപുരത്ത് അവിടെ ബേക്കറി ജംഗ്ഷനിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അന്ന് ED റെയ്ഡ് വന്നപ്പോൾ സഖാക്കളൊക്കെ ബാച്ചുകളായി പലയിടങ്ങളിൽ നിന്ന് ഒഴുകിയെത്തി. ഇപ്പൊ ഉള്ളത് കണ്ണൂരാണ്. അപ്പൊ ഇവിടുന്ന് എല്ലാവരും കൂടെ വണ്ടി കയറി കാണുമോ എന്നൊക്കെ. വണ്ടി കയറാൻ അതിൻ്റെ ആവശ്യമില്ല. കണ്ണൂരും അവരൊരു സോളിഡ് പ്ലേസ് തന്നെയാണ്. ആദ്യം നമ്മൾ വൈൽ വി വേ വാച്ചിങ് ദ TV, എനിക്ക് നമ്മൾ ഒരുമിച്ചിരുന്ന കണ്ടതെന്ന് തോന്നുന്നു, ആരും ഉണ്ടായിരുന്നില്ല. പതുക്കെയാണ് വന്ന് ഫില്ല് ചെയ്തത്. കാരണം അത്രമാത്രം ഡെസ്പറേറ്റ് കോൾസ് പോയിട്ടുണ്ട്. വരൂ, നമ്മുടെ ആ ഒരു യൂണിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുന്ന ശക്തി പ്രകടനം കാണിക്കാനുള്ള ഒരു ശ്രമമാണെന്ന് ആൾക്കാരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ കണ്ടാലറിയുന്ന മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരിക കേട്ടോ. കുറേ കണ്ടാലറിയുന്ന മുഖങ്ങളിൽ ഞങ്ങളൊക്കെ വരാറുള്ളതാണ്. അപ്പം എന്നിട്ട് ഇവരുടെ ഓഫീസുകളിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങി വരികയാണ്. ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് സീരിയസ് ആണ് പോലീസ് എന്ന് കാണുമ്പോൾ ഉള്ളിൽ നിന്ന് പ്രതികളാകുമെന്ന് ഉറപ്പുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ മുൻപിൽ നിന്ന് ഈ സമരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര കല്ലും കട്ടയും ഒക്കെ വെച്ചിട്ടുള്ള ഇടിയായിരുന്നു നടന്നിരുന്നത് കാറിന് നേരെ. ആ ആൾക്കാർ ഇറങ്ങി വരികയാണ് ചെയ്തത്. അതിൽ ഇപ്പോൾ കാണുന്നുണ്ട് ആ കാറിൻ്റെ ഡ്രൈവർ CPM-ൻ്റെ അനുഭാവി തന്നെയാണ്. 1.25 ലക്ഷം രൂപയോളം ആ കാറ് നശിപ്പിച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചിലവുണ്ട്. അദ്ദേഹത്തിൻ്റെ പൈസയില്ല, അദ്ദേഹം കരയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ED പറയുന്നു ഞങ്ങൾ ആ കാറ് റിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, ഗവൺമെന്റിന്റെ വകയാണ്. ഇവരുടെ പ്രവർത്തകനാണെന്നേ ആ കാറിന്റെ ഡ്രൈവർ. യഥാർത്ഥത്തിൽ ഇത് പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കേണ്ടതായിരുന്നു. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ആളുകൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ CPM-ന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ടതാണിത്. ജനങ്ങളുടെ സ്വത്ത് തന്നെയല്ലേ, ഒരു ജനമല്ലേ കാർ ഓടിക്കുന്നത്, അദ്ദേഹം ഉദ്യോഗസ്ഥനല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കാറ് വിളിച്ചു, അദ്ദേഹം വരുന്നു, ED എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പോലും അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴല്ലേ കാണുന്നത്. എത്രയോ നമ്മുടെ നിരത്തിൽ കൂടി തന്നെ നമ്മൾ കാണുന്നുണ്ട്, ടാക്സി രജിസ്ട്രേഷനിലെ കാറിലെ ഇൻകം ടാക്സ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് എഴുതി പോകുന്നു. അവരൊന്നും അറിയുന്നില്ലല്ലോ, അവർ കൊലപാതക ശ്രമത്തിന് വരെ കേസ് എടുക്കണ്ടേ. അദ്ദേഹം അവിടെ എൻ്റെ ഉള്ളിൽ കിടന്ന് ആർത്ത് കരയുന്ന വീഡിയോ പോലെ അതിൻ്റെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ എറണാകുളത്ത് സംഭവരഹിതമായിരുന്നു. മീഡിയക്കാരും അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വീണക്കുഞ്ഞ് വന്നപ്പോൾ. പക്ഷെ അത് ഓഫീസിലേക്ക് പോകുന്നു. അതുകൊണ്ടായിരിക്കും വീണയുടെ കാര്യം വീണ നോക്കിക്കോളും, ഞങ്ങൾ അതിൽ ഇടപെടില്ല എന്നും പറഞ്ഞ് മാന്യനായിട്ട് അദ്ദേഹം കൈ കഴുകി മാറുന്നത് പിണറായി സഖാവും ഗോവിന്ദൻ മാസ്റ്ററും. പക്ഷേ ഇന്ന് പോകാൻ പോകുന്ന പിണറായിലുള്ള വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ കളി കുറച്ചും കൂടെ ഗൗരവമായിട്ട് കാണും. പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, സഖാവിന് നേരെ നടക്കുന്ന ഒരു അതിക്രമമായിട്ടാണ് ഇവർ കാണുന്നത്, ഒരു ലീഗൽ പ്രൊസീജിയറായിട്ടല്ല, അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളൊരു ഇതായിട്ടല്ല അവർ കാണുന്നത്. അവർ കാണുന്നത് അതിക്രമമായിട്ട്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ വീട്ടിൽ വീണയുടെ കാര്യങ്ങളായിട്ട് ഈടിയിരിക്കുമ്പോൾ പോലും പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നത് എന്താ, അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ പോലും വിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല, അദ്ദേഹത്തിനെ പിടിച്ചു വെച്ചു. അദ്ദേഹം വന്ന് ചിരിച്ച മുഖത്തോടെ പറയും, എന്നെ കണ്ട മട്ട് പോലും ഇവർ കാണിച്ചിട്ടില്ല, ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹമായിട്ടൊരു ബന്ധമില്ലല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന അദ്ദേഹത്തിനോടും ഭാര്യയോടും പറയാൻ പറ്റുമോ? അപ്പോൾ അതിനും പ്രശ്നം. അല്ലെങ്കിലും ഒരു റെയ്ഡ് നടക്കുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം.
ഇപ്പോൾ ഇന്ന് പിണറായി സഖാവ് തിരുവനന്തപുരത്താണ് എങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് 9 മണിക്കൂറൊന്നും ഇങ്ങനെ ബന്ധനസ്ഥനായ അവസ്ഥയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ CPM പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കും. നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ പറ്റില്ല. എന്തിനു വേണ്ടി? സ്വന്തം 2 മക്കളെയും നല്ല പ്രൈവറ്റ് കോളേജുകളിൽ പഠിപ്പിച്ച് നല്ല ഉദ്യോഗസ്ഥരാക്കി വിദേശങ്ങളിലും മറ്റും സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്ന ഒരച്ഛന് വേണ്ടി സ്വന്തം ജീവൻ കളയണോ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ഭാവി ഇല്ലാതാക്കണോ എന്ന് കണ്ണൂരെ CPM പ്രവർത്തകർ ആലോചിക്കട്ടെ. നിങ്ങളുടെ നേതാക്കന്മാരുടെ വാക്ക് വെച്ച് പുറത്തിറങ്ങിയാൽ നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഈട് രണ്ടും കൽപ്പിച്ചിട്ടാണ്. ഇന്നുകൊണ്ടും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇതിനൊരു അറ്റം കാണുന്നത് വരെ. ഇതിന്റെ ഒരു തുടക്കമായിരിക്കും ഈ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടുന്നത്. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന കാര്യം ആതിര പറഞ്ഞു. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ 240ഓളം ബാങ്ക് അക്കൗണ്ടുകളാണ് അവർ ശ്രദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളായിട്ട് ഇടി മുന്നോട്ട് പോകുമ്പോൾ വെറുതെ ഒരു സ്വന്തം ജീവിതം തകർക്കുന്ന പരിപാടികൾ ഇടപെടരുത് എന്ന് മാത്രമേ ഒരു അഭ്യർത്ഥന CPMകാർക്കും ബോധമുണ്ടാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.